ജീവിത ദുരിതങ്ങൾ മറക്കാൻ ഒറ്റത്തടിയിൽ ശില്പം നിർമ്മിച്ച് കലയെ ജീവിതമാക്കി മാറ്റിയ ഒരു കലാകാരനെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ പ്രദർശന നഗരിയിലെത്തുന്നവർക്ക് കാണാനാകും. ബേപ്പൂർ പുത്തുപ്പാറയിലെ സുരേഷ് സെൻ എന്ന കലാകാരനാണ് ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും കഴിവുകൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്നത്. കലാലോകം അർഹമായ പരിഗണന നൽകിയില്ലെങ്കിലും ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് ഈ കലാകാരന്റെ കഴിവുകൾ പ്രകടമാക്കാനുള്ള മനോഹര വേദി ഒരുക്കി നൽകി. ഇരുപത്തിയെട്ട് വർഷമായി കലയെ ജീവിതോപാസനയാക്കി മാറ്റിയ കലാകാരനാണ് സുരേഷ് സെൻ. മുള, തെങ്ങിന്റെ മടൽ, പനയുടെ മടൽ തുടങ്ങിയ ഒറ്റത്തടികളിലും ചിരട്ടയിലുമാണ് ഇദ്ദേഹം ശില്പം തീർക്കുന്നത്. അത് ഒരു ദിവസം കൊണ്ട് ഒന്നും ആവത്തില്ല. അത് നിരന്തരമുള്ള ഒരു തപസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ആ ഒരു 3-4 ദിവസം കൊണ്ട് ഒരു ഒറ്റത്തടിയിലുള്ളത് ആയി വരും, സ്ട്രക്ചറായി വരും. പിന്നെ അത് ഫിനിഷ് ചെയ്യാനാണ് മുഖ്യമായിട്ടുള്ളൊരു ടൈം വരുന്നത്. അതൊക്കെ ഫിനിഷ് ആക്കിയിട്ട് ശരിയായിട്ടുള്ള പോളിഷനൊന്നും ആളില്ല. എല്ലാം ഒറ്റയ്ക്ക് കൊണ്ടുള്ള ഒരു സ്ട്രെയിൻ ഉണ്ട് ലൈഫിൽ. ജീവിതത്തിലും കലയിലുമെല്ലാം ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ വിഷമം സുരേഷ് സെന്നിന്റെ വാക്കുകളിലുണ്ട്. അപ്പോഴും തന്നെ ചേർത്ത് നിർത്തുന്ന ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി അധികൃതരോടുള്ള നന്ദിയും ആ കലാഹൃദയം തുറന്ന് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഒരു യൂണിറ്റ് പോലെ ഇത് മുമ്പോട്ട് പോകാനുള്ള ഒരു റെസ്പെക്റ്റ് എനിക്ക് തന്നിട്ടുണ്ട്. റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള മേഡം, ഇതിൻ്റെ ശ്രീകല മേഡം, അങ്ങനെ പോലെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ഞങ്ങളൊരു തിരുവനന്തപുരം യാത്രകളൊക്കെ പോയിരുന്നു. അതിൻ്റെ ടീം സ്പിരിറ്റ് അത് എപ്പോഴും ഉണ്ട്. അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായി. കലയെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന സുരേഷ് തന്റെ വസ്ത്രങ്ങളിലും വരകളായി തന്റെ കഴിവിനെ പകർത്തിയിട്ടുണ്ട്. ചലിക്കുന്ന പെയിന്റിങ്സ് ആണ് ഇതിലൂടെ ലക്ഷ്യമെന്ന് സുരേഷ് സെൻ. ട്രെൻഡ് ഉണ്ടാക്കുക എന്നുള്ള ഒരു മൈൻഡും കൂടെ ഉണ്ട്. യങ് അല്ല ഞാൻ, എങ്കിലും യങ് സ്പിരിറ്റ് എപ്പോഴും ഉണ്ട്. വർക്ക് ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ ഒറ്റയ്ക്കുള്ള ആ സാമ്പത്തിക വിഷമങ്ങളുണ്ട്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി പടച്ചനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവരെല്ലാം ഓഫീസേഴ്സെല്ലാം സഹകരിക്കുന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും ഇപ്പോഴും ഉണ്ട്. ഫൈനലാണ് നമ്മുടെ പീരീഡ്. ഒരു സ്പാർക്കാണ്. ചാമ്പിയൻ ദിസ് മൈ ലൈഫ് ഡു ദിസ്. ഒറ്റത്തടിയിൽ ശില്പം തീർക്കാൻ 2-3 ദിവസം കൊണ്ട് സാധിക്കും. എന്നാൽ അത് ഫിനിഷിംഗിൽ എത്തിക്കാനാണ് പ്രയാസമെന്ന് ഈ കലാകാരൻ വ്യക്തമാക്കുന്നു. കലാലോകത്തിന്റെ അർഹിക്കുന്ന പരിഗണന സുരേഷ് സെന്നിന് ലഭിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിനും കൈത്താങ്ങാവുകയാണ് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ്. ജീവിതത്തിലെ പരിമിതികളും വേദനകളുമൊക്കെ മറക്കാനുള്ള വലിയൊരു പ്രതിവിധിയാണ് സുരേഷ് സെന്നിനെ സംബന്ധിച്ച് ഈ കലാരൂപം തയ്യാറാക്കുക എന്നുള്ളത്. അദ്ദേഹം ഒരർത്ഥത്തിൽ തൻ്റെ ജീവിതവും കലകളും കൊണ്ട് സമൂഹത്തെ വിസ്മയിപ്പിക്കുകയാണ്. അക്ഷരം തെറ്റാതെ ഇദ്ദേഹത്തെ നമുക്ക് വിളിക്കാം നിസ്വാർത്ഥ കലാകാരൻ. ഇത്തരം കലാകാരന്മാർക്ക് വലിയ പ്രോത്സാഹനമാണ് ഈ വാട്ടർ ഫെസ്റ്റ് പോലുള്ള വേദികൾ ഒരുക്കുന്നത്. രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KM, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.